വെൽക്കം ടു രജൻസ്. നമ്മുടെ ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കിങ് സൈസിൽ ഫസ്റ്റ് കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. നമുക്ക് പിള്ളേരുടെ റൂമിലൊക്കെ ഇടാം കേട്ടോ. കിഡ്സ് റൂമിലൊക്കെ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഈ ഒരു പൂച്ച കുഞ്ഞുങ്ങളുടെ ഡിസൈനാണ് കേട്ടോ. കളറും നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന്റെ കളർ വരുന്നത് നമുക്കൊരു പീച്ചും ഓറഞ്ചൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. അതിൻ്റെ അകത്ത് ഫുള്ള് പൂച്ചക്കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ ഇതിന്റെ ബോർഡർ ആണെങ്കിലും ഇതിനോട് കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കിന്റെ ഭയങ്കര ജെറ്റ് ബ്ലാക്കും അല്ല, ഇതുമായിട്ട് നല്ലതായിട്ട് നിൽക്കും. നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഭംഗി നല്ലതായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ പില്ലോ കവർ വരുന്നത് സെയിം തന്നെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. കളർ കംപ്ലൈന്റ് ഒന്നും വരത്തില്ല. വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് നോക്കിക്കോട്ടെ, N140, റേറ്റ് 890, 890. അടുത്ത കിങ് സൈസിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആട്ടോ. ഫ്ലോറൽ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവരുടെ ഫേവറേറ്റാ. പിന്നെ ഇതാണെങ്കിലും വൈറ്റ് ബേസിലാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര വൈറ്റ് അല്ല കേട്ടോ, നമ്മുടെ ഒരു മിൽക്കി വൈറ്റ് എന്ന് പറയാം. നമുക്ക് ആ ഇച്ചിരി ഒരു ക്രീം മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. ഇതാണ് ഇതിന്റെ പില്ലോ കവർ. ബ്ലൂ കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് നിൽക്കും. ബോർഡറിലെ കളറും ഒക്കെ കാണാം, ഒരു ഡെനിമിന്റെ ഒക്കെ കളറാണ് കേട്ടോ ഈ ഒരു ബോർഡർ പോർഷൻ കൊടുത്തേക്കുന്നത്. ആ സെയിം കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ഫ്ലവേഴ്സും വരുന്നത്. അപ്പോൾ ഇതും ആ സെയിം ഫാബ്രിക് തന്നെയാണ്. നല്ല സ്മൂത്ത് ആട്ടോ, നമുക്ക് കിടക്കാൻ നല്ല സുഖമാണ് ഈ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് N111, റേറ്റ് 890 മാത്രമേ ഉള്ളൂ, 890. നമുക്ക് അടുത്ത് വരുന്നത് ക്യൂൻ സൈസിലുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള, എനിക്ക് ബോർഡറിന്റെ കളറിന് വ്യത്യാസമുണ്ട്, പക്ഷേ കളർ കോമ്പിനേഷൻ നല്ല കേട്ടോ. ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കാരണം ഇതെനിക്ക് ഫോട്ടോ എടുത്ത് എല്ലാവരും ഇട്ട് തന്നിട്ടുള്ളതാണ്. നല്ല രസമാണ് ഇട്ടിട്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് എടുത്താൽ കേട്ടോ. ഇതിങ്ങനെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ര ഭംഗി വന്നിട്ട് ഞാൻ റിപ്പീറ്റ് എടുത്താണ്. ഇത് കുറച്ച് സ്റ്റാർച്ച് മുക്കിയാണ് വന്നേക്ക്. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ. ഇപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വിരിച്ചിടുമ്പോഴത്തേനും നല്ല പക്കയായിട്ട് കിടക്കും. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ എന്താ പറയുക, സ്റ്റാർച്ചിൻ്റെതായ ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു ഡാർക്കർ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു ഗ്രേ കളർ ആട്ടോ. പില്ലോ കവർ സെയിം യെല്ലോ ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് N159, റേറ്റ് 790, 790. നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്ട്രൈപ്സിൻ്റെ പാറ്റേൺ. നല്ല കളറാട്ടോ. അതായത് ലിനൻ പോലത്തെ ഫാബ്രിക്കാണ് ചെയ്തേക്കുന്നത്. ഇത് ബോർഡർലെസ് ആയിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് വേറെ മൊത്തത്തിൽ ലൈൻസ് മാത്രമേ ഉള്ളൂ. അതും അൺഈവൻ ആയിട്ടാണ്. സെയിം ആ ഒരു ഇതിലല്ല, കുറച്ച് വീതിയുള്ളത് പിന്നെ കുറഞ്ഞത് വൈറ്റ് ഇടയ്ക്കുള്ള മിക്സ് ആയിട്ട്. പിന്നെ മെറ്റീരിയൽ കാണാനും ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ലിനൻ പോലത്തെ ഫാബ്രിക് ആയതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ വരുന്നത്. അപ്പോൾ ഇത് വേറെ വ്യത്യാസമില്ല, മൊത്തത്തിൽ ഈ ഒരു സ്ട്രൈപ്സിൻ്റെ പാറ്റേൺ തന്നെയാണ്. പിന്നെ ഇപ്പോഴും ഞാൻ സ്ട്രൈപ്സ് കാണിക്കുമ്പോൾ പറയാറുള്ളതാണ്. ലൈൻ നേരെ താഴോട്ട് വരുന്ന രീതിയിലാകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു റൂമിന് കുറച്ച് ഭംഗി കൂടി കിട്ടും. പിന്നെ നിങ്ങൾ റൂമിൻ്റെ സൈസിനനുസരിച്ച് ഇടണം കേട്ടോ. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും, തിരിച്ചാണോ നമുക്ക് ആ റൂമിന് വലിപ്പം കൂടുതൽ അങ്ങനെ തോന്നിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഇട്ടാൽ മതി. സ്ട്രൈപ്സിനൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, കൂടുതൽ വലിപ്പം കൂടുതൽ തോന്നിക്കും ഇങ്ങനത്തെ മോഡലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് N156, റേറ്റ് 790, 790.